മൻസൂർക്ക് അതെങ്ങനെ ഈ 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ 1300 സ്ക്വയർ ഫീറ്റ് വീട് എങ്ങനെ പണിത് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ആൾക്കാർ. നമസ്കാരം, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ഇവിടെ മലപ്പുറം നിലമ്പൂർ ഭാഗത്താണ് ഉള്ളത്. ഈ കാണുന്ന വീട് വെറും 15 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, എന്നാലും കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് അത് പറഞ്ഞ് ബോധിപ്പിച്ച് തരാം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓണർ ക്ലയൻറ്റ് മൻസൂർക്ക് തന്നെ കാര്യങ്ങൾ വിവരിച്ച് തരും. 1280 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. 3 ബെഡ്റൂം സ്റ്റെയർ റൂം അടക്കം നമുക്ക് വരുന്നത് 1280 സ്ക്വയർ ഫീറ്റ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. എന്താണ് ഇതിൻ്റെ ബഡ്ജറ്റ് കുറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻസൂർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കൂലി കൊടുത്തിട്ടും കുറച്ചൊക്കെ കരാറ് കൊടുത്തിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ്. പിന്നെ കൂടുതൽ കോൺക്രീറ്റ് കട്ടളകളും ജനലകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ തന്നെ സ്വന്തം ഈ ഡ്രൈവറാണ്, ടിപ്പർ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് എല്ലാ മെറ്റീരിയൽസും വില കുറവിലും മറ്റുള്ള എവിടെയൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണിത്. 12 സെൻറ്റിലാണ് മലപ്പുറം നിലമ്പൂർ ഭാഗത്താണ് ഈ വീട് ഉള്ളത്. 1280 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ 2023 ജനുവരിയിലാണ് ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു സിറ്റ് ഔട്ട്, ഇങ്ങനെ നീളമുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്. മെയിൻ ഡോറിൻ്റെ ആ ഒരു ഫ്രെയിം മാത്രമാണ് അതിൽ സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുള്ള. ബാക്കിയുള്ള കട്ടളകൾ അതേപോലെ വിൻഡോസിൻ്റെ ഫ്രെയിമുകളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ കോൺക്രീറ്റിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ കുറേ ബഡ്ജറ്റ് കുറച്ചിട്ടുണ്ട് അവർ. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ഫിറ്റിങ്സും സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 44 രൂപ റേറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്ന ടൈലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടൈലിൻ്റെ എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. വലിയൊരു നീളമുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പെയിൻ്റാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വിൻഡോസിൻ്റെ ഫ്രെയിം പാളി വരുന്നത്, ഈ പാളി വരുന്നത് അവർ ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഹെഡ്ജിങ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ബഡ്ജറ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഈ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ള 2 ബെഞ്ച് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഒന്ന് അക്കേഷ്യം, ഒന്ന് തേക്കിലാണത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അലുമിനിയം റാഡ് കൊടുത്തിട്ടുണ്ട്, ഫൈബറിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, 2 സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുള്ള ഡോറാണ്. ഈ ഒരു ഫ്രെയിം പറയണത്, ഈ ഫ്രെയിം അതിൽ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ്ങിലേക്കാണ് വരുന്നത്. ലിവിങ് കം ഡൈനിങ് ഹാളാണ്, ഒരു എൽ ഷേപ്പ് ഹാളാണ്. അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡിമെയ്ഡ് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സെറ്റാണ്. അതൊന്നും ഇതിൽ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഒരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ള അതേ ടൈൽ തന്നെയാണ് ഹാളിലും ബെഡ്റൂമിലും എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു എൽ ഷേപ്പ് ഹാളാണ്. ഇവിടെ ഒരു ചെറിയൊരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലുള്ള വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒക്കെ ഇതിൻ്റെ വിൻഡോസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ജനൽ വരുന്നത് കോൺക്രീറ്റ് ജനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ പുറത്ത് വരുന്ന ഫ്രെയിം അതിൻ്റെ അലുമിനിയം കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ബഡ്ജറ്റ് നിന്നു കുറഞ്ഞ രീതിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളർ പെയിൻറ്റിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. ഇതിലും ഫ്ലോറിംഗ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കോട്ട അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു നല്ലൊരു ബെഡും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു വിൻഡോസ് ആ സൈഡിലൊരു 3 കളി വിൻഡോസും അതേപോലെ ഇവിടെ സിംഗിൾ വിൻഡോസ് ആയിട്ടുള്ള 2 ഫുൾ ലെങ്ത്ത് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് സ്കിൻ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഒരു അറ്റാച്ചറും ഒരു കോമണാണ് ഉള്ളത് കേട്ടോ ബെഡ്റൂമിൻ്റെ. ഇത് വേറൊരു ബെഡ്റൂം, അത് നേരത്തെ കാണിച്ചിട്ടുള്ള അതേ സൈസ് ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ ഇല്ല, അപ്പുറത്തേലും ഇല്ല, ഒരെണ്ണത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള ഒരു വലിയൊരു ബാത്റൂമാണ് കോമൺ ബാത്റൂം കൂടെ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് ലെങ്ത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതാണ് ഈ വീട്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മറ്റുള്ള ബെഡ്റൂമിനെക്കാട്ടും കുറച്ചും കൂടി സൗകര്യം കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും കണ്ടു, 2 ബാത്റൂമും കണ്ടു. പിന്നെ സ്റ്റെയർ റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ റൂം മുകളിൽ ക്ലോസ്ഡ് ആണ്, മുകളിലേക്ക് അവർ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അത്യാവശ്യം വലിയൊരു കിച്ചണാണ്. ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് അടുപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് സ്റ്റവും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1280 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. 15 ലക്ഷം രൂപയാണ് ആ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം, എന്നാലും ഇത് ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മൻസൂർക്ക് അതെങ്ങനെ ഈ 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ 1300 സ്ക്വയർ ഫീറ്റ് വീട് എങ്ങനെ പണിത് ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആൾക്കാർ. പണിതതെന്ന് വെച്ചാൽ ഒരുവിധം വർക്കുകളൊക്കെ നമ്മൾ കരാറായിട്ട് തന്നെ കൊടുത്തിരുന്നത്. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് എടുത്തത് അതോ മൊത്തം കരാറാണോ കൊടുത്തത്? അതെങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ? അത് ലേബർ മാത്രമാണ് കരാറ് കൊടുത്തത്. ബാക്കി മെറ്റീരിയൽസ് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓളബ്രിസിൻ്റെ ഒരു കമ്പനിത്തെ വണ്ടിയത്തെ ഡ്രൈവറാണ്. അപ്പോൾ ആ ടിപ്പർ തന്നെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരലും ഒക്കെ ചെയ്യാറ്. ടിപ്പറാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ മെറ്റീരിയൽസ് അങ്ങനെ ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ടിപ്പറിന് പ്രത്യേകിച്ച് വാടക ഒന്നുമില്ല, ഓണർ തന്നെ അതിന് എല്ലാ ഫുൾ സപ്പോർട്ടും ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇതിൽ പരമാവധി ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത്? മെറ്റീരിയൽസ് പിന്നെ അടിയിൽ ഫൗണ്ടേഷന് കരിങ്കല്ലാണ്. ഓക്കെ. പിന്നെ ചുമരുകളൊക്കെ ചെങ്കല്ല്. ചെങ്കല്ല് അത് എന്തോ നമുക്കിവിടെ വില കുറവിലുണ്ടോ? ഇത് ഇവിടെ അടുത്ത് തന്നെ കോറികളുണ്ട്. ചെങ്കല്ല് ഒരു പീസിന് എന്ത് റേറ്റ് ഉണ്ട്? ഒരു പീസ് അന്ന് 32-33 രൂപ അത്ര വരുന്നു. പിന്നെ ഈ ജനലുകളൊക്കെ കോൺക്രീറ്റിൻ്റെ ജനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളിലത്തെ റൂമിൻ്റെ ഒക്കെ വാതിലും വാതിൽക്കട്ടിലൊക്കെ കോൺക്രീറ്റിൻ്റെതാണ്. പിന്നെ വാതിൽ ഡോറുകളൊക്കെ റെഡിമെയ്ഡായിട്ട് വരുന്ന ഈ ഫ്രണ്ട് ഡോറ് 8200 രൂപ വില വരുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ തേക്കിൻ്റെത് ആശാരി വെച്ച് പണിയുകയാണെങ്കിൽ ഒരു 20 രൂപ എന്തായാലും വരും. അപ്പം അങ്ങനെ ഒരുപാട്. അതേപോലെ ഫ്ലോറിംഗ് ആണെങ്കിൽ മാർബോണൈറ്റാണ് ചെയ്തിട്ടുള്ളത്. മാർബോണൈറ്റ് അത് സ്ക്വയർ ഫീറ്റ് 44 രൂപ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്പിൻ്റെ അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ഒക്കെ അത് മാത്രം ഗ്രാനൈറ്റ് ചെയ്ത്. അപ്പോൾ മൊത്തം ചിലവ് 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. അപ്പോൾ അതിലും മറ്റേ ഈ ഫർണിച്ചർ ഐറ്റംസ് നമ്മൾ ഇതൊന്നും വാങ്ങിയതല്ല, ഇതൊക്കെ നമ്മളെ ബന്ധുക്കൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഒരു ചിലവ് മാത്രമാണ് നമുക്ക് ഈ 15 ലക്ഷം വന്നിട്ടുള്ളത്. മറ്റുള്ള ഇന്റീരിയറോ ഫർണിച്ചറോ ഒന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇല്ല. പിന്നെ നമ്മൾ മറ്റേ ഒരു ബെഡ്റൂമിൽ കണ്ടിരുന്നു മറ്റേ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മറ്റേ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്, അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതെ, അത് ഈ ഫ്രെയിമിൻ്റെ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വരുന്നതാണ്. അതേപോലെ ഈ മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്ത് അതും നമ്മളെ ഓണർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് 15 ലക്ഷം രൂപ മൊത്തത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ 15 ലക്ഷം രൂപ വരുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ എക്സ്ട്രാ കൂട്ടിയിട്ടൊന്നുമില്ല, ഞങ്ങൾ തള്ളി മറിച്ചിട്ടുമില്ല. അപ്പോൾ ആള് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം നിലമ്പൂരാണ് ഈ വീടുള്ളത്. 12 സെൻറ്റിലാണ്, 1280 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ്, ഒരു കോമൺ ആണുള്ളത്. അപ്പോൾ വീട് ജനുവരിയിലല്ലേ താമസമായത്? ഈ 29 തീയതി ജനുവരി 29 തീയതിയാണ് താമസമായത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഇനിയും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മൻസൂർക്കാരുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ നമ്പറും തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.